എങ്ങോട്ടാ പോണു പറഞ്ഞെടുക്കും. ആ വണ്ടി എടുക്കും കൊറേ വണ്ടി കാണാന്. കയറി കയറി ജിഷ്ണുമാവനൊക്കെ വണ്ടി നോക്കൂ. ഈ വണ്ടി പോരാ, വണ്ടി വേറെ എന്റെ ഫോട്ടോയോ ജിഷ്ണുമാമയ്ക്ക്? ആ കയറി, ഞാൻ കാണിച്ചു കൊടുത്തു. ജിഷ്ണുമാമ എന്നെ കണ്ട് മടുത്തിരിക്കുക. ഇനി എന്റെ ഫോട്ടോ കൂടി കാണണ്ട. എന്തിന് എടാ എനക്കോളെ ഫോട്ടോ വേണ്ടാന്ന് ഓന് ഇഷ്ടല്ല എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. വണ്ടി കണ്ടോ കേട്ടോ? ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ വണ്ടി പോരാ, നമ്മളെ വണ്ടി പോരാ. വലിയ വണ്ടിയേ പറ്റുള്ളൂ അല്ലേ? അമ്മയ്ക്ക് എന്റെ റെഡ് വണ്ടി തന്നെ മതി. ഇനി ഈ വണ്ടിയിൽ കയറ്റൂല കേട്ടോ ഞാൻ. ഇതെന്താ അപ്പി വണ്ടിയാണെന്ന്. നല്ല രസമല്ലേ? പിന്നെ അങ്ങനത്തെ ഒരു വണ്ടി വാങ്ങിച്ചാലോ? നോക്ക്, അതാ ബാക്കിക്ക് നോക്ക്. ആ വണ്ടി രസമുണ്ടോ? അതാ വണ്ടി മറ്റേ ചേട്ടന്റെയാണ്, അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് എങ്ങനത്തെ വണ്ടിയാ വേണ്ടേ? വലിയ വണ്ടി വാങ്ങിക്കണോ? ആ ചോദിച്ചു നോക്കാം നമുക്ക്. ഒരു തരുമോ കേട്ടോ? അമ്മയ്ക്ക് പക്ഷേ ഈ വണ്ടി മതിയേ. അമ്മയ്ക്ക് അമ്മേന്റെ റെഡ് വണ്ടി മതിയേ. എന്റെ വണ്ടിയാണ് ഇത് റെഡ്. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ കയറ്റൂല, വേറെ വണ്ടി വാങ്ങിച്ചാ. ജിഷ്ണു നമുക്ക് റെഡ് ആണോ? ഏത് വണ്ടിയാ വേണ്ട നമുക്ക്? ആ ഞാനും ജിഷ്ണു ഈ വണ്ടി പോവും. കിട്ടുന്നതേ കിട്ടോ? കൊടുക്കടാ ഒന്ന്. ഉള്ളൊരു വണ്ടിപ്രാന്ത്. ഓക്കെ, ഈ വണ്ടി പറ്റൂലെന്ന് ഇപ്പം. വണ്ടി വാങ്ങിച്ചു കൊടുത്താ ജോ. ഈ വണ്ടി വാങ്ങിച്ചു കൊടുക്കും. നോക്ക്. അച്ഛന്റെ പേരെന്താ? അതന്നെ ആണല്ലേ, മാറിയിട്ടില്ലല്ലോ. ഈ വണ്ടി വാങ്ങിച്ചു കൊടുക്കട്ടോ. ബാക്കിൽ അംബാനി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? സുഭാഷ് അംബാനി, ദേവിശ്രീ അംബാനി ഉണ്ടോ? ഇത് ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടിയിലെ. ഈ തൊടണ്ട എന്റെ വണ്ടിയിൽ. ഇനി ഈ എന്റെ വണ്ടിയിൽ തൊണ്ട. ഈ പറ നമ്പർ. എനിക്ക് അറിയണ ഏതെങ്കിലും നമ്പർ ഉണ്ടോ നോക്കട്ടെ. ഈ പറ. ഏത് സീറോ? എനിക്കറിയണ ഏതെങ്കിലും ഒരു നമ്പർ അതിലുണ്ടോ? ഒന്ന് വായിച്ചേ. ഈ നമ്പർ ഒന്ന് വായിച്ചേ. എനിക്ക് അറിയോ നോക്കട്ടെ. ഈ നമ്പർ ഒന്ന് വായിച്ചേ. ചോദിച്ചോടല്ല, നീ വായിക്കോ. ഒറ്റയ്ക്ക് വായിക്കേ. ഉടായിപ്പെടുക്കല്ലേ. അനക്ക് പറ്റുമെങ്കിൽ ഈ പറയും. ആ 64 കറക്റ്റ്. എങ്ങനെയാണ് 77? എങ്ങനെ തൊട്ട് ആ 7764 കേട്ടോ. അത് എന്നാ സ്കൂളിൽ പോണെന്ന് പറഞ്ഞേ? സ്കൂളിൽ എന്താ പോണെന്ന് പറഞ്ഞേ? ഏത് മാസത്തിലാ സ്കൂൾ? പോവണ്ട, കുഞ്ഞു പഠിച്ചു കഴിഞ്ഞു. കുഞ്ഞു പഠിക്കണ്ട, ഒക്കെ കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റാ. കൊണ്ടുപോരാ പോയി കഴിഞ്ഞാൽ ഓരോ പേപ്പറും പറ്റിച്ചൂടെ. പഠിപ്പിച്ചാ പഠിക്കും. കുട്ടികൾ നല്ല കുട്ടിയായിട്ട് പഠിക്കും. പഠിക്കണ്ടേ എനിക്ക്? എനിക്കൊന്നും അറിയില്ല. ഓള് സ്കൂളിൽ പോണം എന്നാ അവള് പറയണത്. ഇടയ്ക്ക് പഠിപ്പിക്കുമല്ലാന്ന്. എന്റെ കുട്ടി നല്ല എന്റെ കുട്ടിക്ക് പഠിച്ച് കുറച്ച് ബുദ്ധി ഉണ്ടാവണേ. കണക്കെന്താ അങ്ങനെയല്ല, അതൊക്കെ എനിക്കറിയോ? അത് എനിക്കറിയോ? ആ ജിഷ്ണുമാനോട് ചോദിച്ചു നോക്ക്. വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചു നോക്ക്. ഇത് റേഡിയോ ആണ്, ആര് ചോദിച്ചാലും പറയാൻ പറഞ്ഞിട്ട് പഠിപ്പിച്ചാ. അതൊക്കെ പോട്ടെ, അക്കൂന് ഇടക്കിടക്ക് ഇങ്ങനെ അതൊക്കെ പോട്ടെ. അക്കു ഇടക്കിടക്ക് ഇങ്ങനെ കരയണ സൗണ്ട് എടുക്കണ. ഈ വറക്കുന്നോ? എനിക്ക് ആയിട്ടില്ല. ആ എന്റെ തുപ്പച്ച ആരെ വറക്കണോ? ആരായിരിക്കെന്താ? എന്റെ തുപ്പച്ചല്ലേ? പറയാൻ പറ്റില്ലേ? ചുമക്കണ്ടല്ലോ. കുറച്ച് കൂടിക്കണെങ്കിൽ
കണ്ടോ കുറച്ച് വലുതായില്ലേ, അതാണ് ആ കൂടിയത്. നാക്കില്ലേ നാക്ക് ഞാൻ പുറത്തേക്ക് ഇടും, കത്തി മുറിച്ചാനിടും. അലക്കാൻ തോന്നുന്നുണ്ടല്ലേ? അല്ലക്കും ഞാന് സഹിക്കണേനൊക്കെ ഒരു പരിധിയില്ലേ? വെറുതെ അല്ല അജു തന്നെ ഈ നാക്കിന്റെ ഒപ്പം പിടിച്ചിക്കണ്ടേ. എന്താ പാന്റ് ഊരി പോണ്ടോ? മുളകേ വേണ്ടാട്ടാ, അധിക പ്രസംഗി. എണീറ്റ കാണാൻ പത്രകളിന്റെ മുഖം മാത്രം. നന്ദേ എണീക്ക് നന്ദേ. ജിഷ്ണുമാവിന്റെ മേലെന്താ കൊറേ നേരമായില്ല കിടന്ന് ഉറങ്ങുന്നേ? ജിഷ്ണുമാവിനെ ഇഷ്ടം, അമ്മേനെ ഇഷ്ടല്ലേ? എന്റെ മേല് കിടക്കണ എല്ലാരും കൊറേ നേരം. നന്ദേ എന്റെ കുട്ടിക്ക് ഇപ്പൊ തൽക്കാലം കംഫർട്ടാണ്. അന്നെ എല്ല് കുത്തുമല്ലോടാ. ഓള് ജാക്കറ്റ് ഇട്ടോണ്ടാണ്. ഇതുവാടാ ആ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കിയ ജോ. വേറൊരു കാര്യം വിചാരിച്ചു ശ്രീ പറയാ, എനിക്ക് ചിക്കൂനും കലാവാസന കിട്ടിയില്ലേ? ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാനാ പറഞ്ഞേ. ഈ വീഡിയോ ഓൺ ആയി പോയി, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞു. ഞങ്ങക്ക് രണ്ടാക്കും കലാവാസന കിട്ടി, എനിക്കും ചിക്കൂരു, ശ്രീമോക്ക് വീവാസന. ആ കലാവാസന ഒന്ന് കാണട്ടെ ജോ. എനിക്ക് കിട്ടിന്ന് പറഞ്ഞ ആ കിട്ടിന്ന് പറഞ്ഞ കലാവാസന ഒന്ന് കാണട്ടെ. ഞാൻ മീൻ വാസന കിട്ടിയോണ്ട് വറുത്ത മീനെങ്കിലും തിന്നാ. എന്റെ കലാവാസനോട് എന്താ കാര്യം? ആസ്വദിക്കാം. ആർക്ക്? ഞാൻ എന്റെ കുട്ടിക്ക് പാട്ടടി ഉറക്കി കൊടുക്കലുണ്ട്. നന്ദേനോട് ചോദിച്ചാ അറിയാം അവസ്ഥ. അജുമാമൻ പാട്ട് പാടി തരാന്ന്. എന്താ എണീക്ക് പൊന്നെ, എത്ര നേരായി ഉറങ്ങുന്നേ? കൊറേ നേരായി, ഇത് മതി. ജാക്കറ്റ് ചൂടെടുക്കണ്ടാവും. ഞാൻ തന്നെ എന്റെ ഷർട്ടിന്റെ ഉള്ളിൽ വേർത്തിട്ടുണ്ട്. നമ്മള് ഏത് വണ്ടിയിലാ ഇരിക്കണം നോക്കടി, നന്ദക്ക് ഈ വണ്ടി ഇഷ്ടല്ല, അത്ര വലിയ വണ്ടി വാങ്ങിക്കണം, അതാണ് അത്ര നന്ദേന്റെ ആഗ്രഹം. വണ്ടിയിലെ ഇരിക്കണം നോക്കടി മോളെ. കണ്ണട തുറന്നിട്ട് ഉരുട്ടിട്ട് ഒറ്റ പിടുത്തം. അമ്മേനെ പൊന്നു പഠിക്കണേ. വെറുതെ ഊഞ്ഞുതലുണ്ടോ ഊഞ്ഞുതലുണ്ടോ? വെറുപ്പിക്കലടാ. കിട്ടിയില്ലേ കിട്ടിയില്ലേ? അമ്മേനെ അടിക്കല്ലേ പൊന്നെ. ഈ പവറോടെ തന്നെ മതി മതി മതി. ഇനി ആരും എന്റെ കുട്ടീനെ തൊടരുത്, എന്റെ കുട്ടീനെ ആരും തൊടരുത്. ആരും തൊടരുത്, ആരും തൊടരുത്. അമ്മേന്റെ കുട്ടീനെ ആരും തൊടരുത്. അമ്മേന്റെ അമ്മേ ചവിട്ടണ്ട ചവിട്ടണ്ട. കുട്ടീനെ കരയിക്കരുത് ആരും. ഷവർമാണോ അതെ? പിന്നെ തേങ്ങ തോണാക്കിക്കണ്. ഇന്നലത്തെ ഷവർമ രസമാണല്ലോ. എന്റെ കുട്ടിക്ക് ഒന്നും വേണ്ട. വിഷ്ണുമാമ മാത്രമേ കുട്ടീനെ കാട്ടാത്തുള്ളൂ. ഈ അജുവും അക്കൊക്കെ കുട്ടീനെ ഉപദ്രവിച്ചു അല്ലേ? ഉച്ചക്കറിയുണ്ട്. അവിടെ വന്നപ്പോ ഒന്നും വാങ്ങി തന്നിട്ടില്ലല്ലോ. അവിടെ വന്ന ചോക്ലേറ്റ് ഫുള്ള് വാങ്ങി, വലിയടിച്ച തോനാണ് വാങ്ങിക്കൊടുത്തെ. രണ്ടുണ്ട് അവിടെ കട്ടന് തോന്നിട്ട് വിഷ്ണുമാമ ഞാൻ തന്നപ്പോൾ അച്ഛണ്ട് അക്കുണ്ട്. വിഷ്ണുമാമ കട്ടനെ തുറന്ന് ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയത്തേക്ക് വിഷ്ണുമാനൊക്കെ അവിടെ പുറത്താക്കും. കണക്കിനായി പുറത്താക്കലുണ്ടാവും അവിടെ. ഇല്ലെന്തേ ഞങ്ങള് +2 പഠിച്ച എന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ വെച്ച് കണ്ടതാട്ടോ. ഞെട്ടിപ്പോയില്ലേ? ഞാന് എന്താ ഫേമസ് ആവോ? ഈ ഫേമസ് നന്ദക്കുഞ്ഞ്
ഞങ്ങളേ ഈ എന്റെ ഫ്രണ്ടാണത് ഇവിടെ ഉണ്ട് എന്ന് അറിയെങ്കിലും കാലങ്ങളായി ഞങ്ങള് വന്നപ്പോ തൊട്ട് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട് അല്ലേ നമ്മളിവിടെ ഉണ്ട് പക്ഷെ കാണാൻ പറ്റില്ല ഇത് എന്താ പറയാ യാദൃശ്ചികമായിട്ട് അങ്ങോട്ട് കണ്ടു ഭയങ്കര സന്തോഷം അല്ലേ മഞ്ഞു ഇതെന്താ ഈ താത്താന്റെ പേര് എന്നൊക്കെ ചോദിക്കേ ഈ താത്തക്ക് 2 മക്കളൊക്കെ ഉണ്ട് എന്താ പേര് അമ്മയും ഈ താത്തയൊക്കെ ഒന്നിച്ചായിരുന്നു പരീക്ഷ എഴുതിയത് +2-ന്റെ നീ മിണ്ടണ്ട ഞങ്ങള് ചോദിച്ചെഴുതിയതാണ് ഓളല്ല കേട്ടോ ഞാന് ഇനി ഓക്ക് സങ്കടമാവണ്ട ഓളല്ല ഞാൻ തന്നെയാണ് ചോദിച്ചെഴുതിയത് പിന്നെ എന്നാ പോവല്ലേ നമുക്ക് ഞങ്ങൾ വർത്താനൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാ പോവാ നമുക്ക് ഞങ്ങൾ വരണ്ട് പറ വീട്ടിക്ക് ഒരു ദിവസം വരണ്ട് പറ 2 ചേട്ടന്മാരുണ്ട് കളിക്കാൻ അവിടെ പറ്റിക്കല്ല ഈ കുട്ടികളെ കാണിച്ചു കൊടുക്കില്ല ഈ കണ്ടില്ല നമുക്ക് വരാട്ടോ നമുക്ക് പോവാട്ടോ താത്താന്റെ വീട്ടിക്ക് പോവാട്ടോ അവിടെ കളിക്കാൻ കുറേ കുഞ്ഞുങ്ങളുണ്ട് EMന്റെ ഫ്രണ്ടാണ് EM സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാ ഞങ്ങള് ബാഗൊക്കെ സ്കൂളിലേക്ക് പോയത് ഒന്നിച്ചാണ് സ്കൂളിൽ പോയി നല്ല രസമാണ് ഞങ്ങളെ +2 അവര് പോവാൻ സമ്മതിക്കൂലല്ലോന്നോ എന്ത് അയ്യോ കുമ്പയിലായപ്പോഴല്ല ഞങ്ങള് സ്കൂളിൽ അന്ന കുമ്പയിലുള്ളപ്പോഴല്ല ഞങ്ങള് പണ്ട് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോ ഒന്നിച്ച് അമ്മ കുഞ്ഞി ബേബി ആയപ്പോ പറഞ്ഞ പോലെ അമ്മ കുഞ്ഞി ബേബി ആയ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇതാണ് ഒരു ബേബി ഞാൻ പറഞ്ഞില്ലേ കളിക്കാനുണ്ട് ചേട്ടന്മാര് ഒരു കുറേ ബേബികൾ അവിടെ കുറേ ബേബി ഞങ്ങളെ വീട്ടിൽ വന്ന കുറേ ബേബിനെ കാണാം സൂപ്പർമാനാണ് ഇത്രേ നോക്ക് ഇനി അക്കുചേട്ടനെ പോലത്തെ ഒരു ബേബിയും കൂടി ഉണ്ട് അക്കുചേട്ടനെ പോലുള്ള ഒരു ബേബി പോവാ വിളി തുടങ്ങി പോട്ടെ പോയി എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ എന്തായാലും പോവാം അവളെ കണ്ടിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കുന്ന ഇവനെ നോക്കി ഞങ്ങളെല്ലാരും ഇവിടെ കാത്തിക്ക ഞാൻ സുഭാഷേട്ടനെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മൂപ്പരോട് പോകുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് അന്തം വിട്ടിക്ക് നിക്കുന്നു എന്താണ് അത് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്ക് ഒരു കുട്ടികൾ വന്നു ഈ അജുവിന് എന്തോ പ്രശ്നല്ലേ ഈ സ്ഥിരം കുടിക്കാൻ ഗുളിക കുടിക്കല്ലോ അപ്പൊ കുടിക്കല്ല നമ്മളച്ഛൻ ശ്രീമോക്കും കൂടി തരണം പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചെടുപ്പിക്ക് തികയണില്ല എന്റെ കാര്യം നോക്കിയാ എന്റെ കാര്യം കെട്ടിയോ നോക്കിക്കോളും ആ പാട്ട് പഠിപ്പിച്ച ശ്രീമോളവനെ അങ്ങനത്തെ പാടറാ ടീച്ചർക്ക് അയച്ചു കൊടുക്കട്ടെ അങ്കണവാടിയല്ല മാറണം ഉണ്ടപ്പുട്ടെ മിഠായി വാങ്ങിക്ക കേറ് വണ്ടി അതിന്റെ കൂടെ 3 കുട്ടികളൊന്നും ഇവിടെ എന്താ മുത്തിന് വേണ്ട മാമന്റെ കുട്ടി അതിന്റെ ഇടയിൽ കൂടെ 3 കുട്ടികളൊന്നും ഇവിടെ ഫുൾ ഇംഗ്ലീഷ് ഞങ്ങൾ ഞാൻ ഇറങ്ങി എങ്ങനെ 3 കുട്ടികൾ വന്നു ആ പെൺകുട്ടികൾ ഇപ്പൊ പോയ മലയാളി കുട്ടികളാണോ ഞങ്ങള് ഞെട്ടിപ്പോയി എന്ത് പറയണം ചേച്ചി ആകെ അയ്യോ ഇന്ന പോലെ കണ്ടിട്ട് മൈൻഡ് കഴിഞ്ഞപ്പോ അന്നെ കാണലാണ് ആ കുട്ടീന്റെ അനിയത്തിയാണ് സ്ഥിരം വീഡിയോ കാണല്ലോ കുട്ടികള് നമ്മുടെ നാട്ടിലെ കുട്ടികളാണെങ്കിലും പെട്ടെന്ന് ഇവിടെ വന്നിട്ടേ ഭയങ്കര കടികട്ടി ഇംഗ്ലീഷാ പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് അറിയാം പക്ഷെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അല്ല അവര് പറയുന്ന ഇംഗ്ലീഷ് കുറച്ചുകൂടി നല്ല ഇംഗ്ലീഷാ തോന്നുന്നു നമ്മള് മറ്റേ സർക്കാർ സ്കൂളിലേ അപ്പൊ ഇനി എങ്ങോട്ടാ അക്കുനെ പാട്ട് കഴിക്കാനോ പദ്യം അയച്ചു കൊടുക്കണം ടീച്ചർക്ക് ഇനി എങ്ങോട്ടാ നന്ദയ്ക്ക് പോണ്ട പറയും കടയിൽ പോകണം കേട്ടോ നന്ദയ്ക്ക് ഓക്കെ എന്നാ കടയ്ക്ക് വിടോ വണ്ടി കടയ്ക്ക് വിടോ ഇന്നെ തോപ്പിട്ട് കാര്യമില്ല ആ പാട്ട് ഞാൻ കേട്ടിട്ടേ കിടക്കുള്ളൂ ഓൻ കിടക്കുമ്പോ പാടിത്തരും ഉനക്ക് ആ കടയിൽ പോ അങ്ങനെയല്ല ഇതൊന്നും ബ്രോയിലർ കോഴികൾക്ക് മനസ്സിലാവൂല ഈ ഏത് കോഴിയാ അങ്ങാടിപ്പൈ വേണം ഈ ഏത് കോഴിയാ എങ്ങനെ പിടിക്കാ ഇതൊരു ടാക്ടിക്സ് ഉണ്ട് പിടിച്ചിട്ടാ പോയോ ഇതിനാണ് മറ്റോടത്ത് എത്ര രൂപ വാങ്ങിക്കണേ പിടിച്ചോ അന്നേരൊക്കെ നാട്ടിലേ നടക്കുള്ളൂ പോയില്ല അപ്പോ
ഇവ പോരുത്തട്ടോ സൂവിൻ്റെത് എങ്ങനെയാ നോക്കട്ടെ. സൂ ഏത് തരാണോ നോക്കട്ടെ. ആ മിഠായി ഒന്ന് പിടിച്ചേ. ലൈറ്റ് ഓൺ ആക്കി. ലൈറ്റ് ഓൺ ആക്കി ലൈറ്റ് ഓൺ ആക്കി. ഞാൻ കാണിച്ചൊക്കെ കൊണ്ടുവരാം. നമുക്കറിയോ ഇതിങ്ങനെ നമ്മൾ ആദ്യം എടുക്കണം, ഇത് അങ്ങനെ കൊളുത്തണം. അതെ ത്രിമുദ്ര. അതെ ആദ്യം കോഴി അത് കോഴിക്ക് സൂവിൻ്റെത് ചീറ്റിപ്പോയിട്ട്. അയ്യേ സൂവിൻ്റെ ചീറ്റിപ്പോയിട്ട് ഇപ്പം ശരിയാക്കി കൊടുക്കാറില്ല കേട്ടോ. ലൈറ്റ് ഓൺ ആക്കി. കറണ്ട് ബില്ലൊന്നും ഇല്ലല്ലേ? സൂച്ച് അയ്യോ കണ്ടിട്ടുണ്ടോ? എന്താ സൂ? എന്താ സൂ? വിട്ടോ വിട്ടോ. അതാ മോള് പറയുന്ന കേട്ടില്ലേ? വിട്ടോ സൂച്ച. വിട്ടോ സൂച്ച. ഇങ്ങോട്ട് കൊണ്ട അതിനൊരു എരിച്ചു വിടണം. ഇതൊക്കെ ഈ മണ്ടപുതിയുടെ അച്ഛൻ അല്ലേ? എന്ത് പൊട്ടിക്കണ്ട, ഇതിങ്ങനെ ആക്കാനല്ലേ. എന്ത് പൊട്ടിയോ? ഇത് ചെരിച്ചു വിടണം. ഇതിങ്ങനെ പിടിക്കാം, ഞാൻ ഇങ്ങനെ പിടിക്കണം നമ്മള്. ഇതിന് മേലേക്കാണ് പൊക്കണം. അങ്ങനെയല്ല, ഒരു സ്റ്റിക്കർ ഉണ്ട് അവിടെ. പിടിച്ച് കേട്